അന്ന് കൃത്യമായി പറഞ്ഞാൽ 2011 ഫെബ്രുവരി 25 ഇംഗ്ലണ്ടിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടുത്തെ ഒരു വലിയ ബിസിനസ് ഫാമിലിയിലത്തെ മെമ്പറായിരുന്നു ഗഗൻദീപ് സിംഗ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ ആള് അന്നത്തെ ദിവസം ഈവനിങ് ടൈമിൽ പുറത്തോട്ട് പോകാനായിട്ട് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു. അതിനുശേഷം ആൾ പെട്ടെന്നുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്തോട്ട് കയറി വരികയാണ്. എന്നിട്ട് തൻ്റെ സിസ്റ്ററായിട്ടുള്ള അമർദീപിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ കാറൊന്ന് വേണം, എൻ്റെ BMW എന്തോ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്ററിൻ്റെ കാർ എടുക്കുകയായിരുന്നു. അതൊരു ബെൻസ് കാറായിരുന്നു. പിന്നെ പോകാൻ നേരം ഗഗൻദീപ് തൻ്റെ സിസ്റ്ററിനോടും അതുപോലെ തന്നെ അമ്മയോടും പറഞ്ഞു, രാത്രി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, ഞാൻ എന്തായാലും ലേറ്റ് ആവും, നിങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നോളാൻ പറഞ്ഞിട്ടാണ് ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ പിറ്റേ ദിവസമായി, അതായത് ഫെബ്രുവരി 26 രാവിലെ ഒരു 5 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും കോളിംഗ് ബെല്ല് കേൾക്കുകയാണ്. അപ്പോൾ അമൻദീപ് തൻ്റെ ബ്രദറായിരിക്കും വന്നിരിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് നേരെ ഡോറ് തുറക്കുകയാണ്. ഡോറ് തുറന്ന് അവർ ആകപ്പാടെ ഷോക്കായി പോയി. കാരണം തൻ്റെ ബ്രദർ ആയിരുന്നില്ല വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്, പോലീസുകാരായിരുന്നു. അമൻദീപ് പോലീസിനോട് ചോദിച്ചു, എന്താണ് സംഭവം, നിങ്ങൾ ആരെ കാണാൻ വന്നിരിക്കുന്നതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ പോലീസുകാർ ഒരു വണ്ടിയുടെ നമ്പർ പറയുകയാണ്. എന്നിട്ട് ഈ വണ്ടി അറിയുമോ എന്ന് ചോദിച്ചു. അത് അമൻദീപിൻ്റെ ബെൻസ് കാറിൻ്റെ നമ്പറായിരുന്നു. അപ്പോൾ അതെൻ്റെ വണ്ടിയുടെ നമ്പറാണ്, ഇന്നലെ രാത്രി എൻ്റെ ബ്രദർ കൊണ്ടുവരികയായിരുന്നു, എന്താണ് പ്രശ്നം എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, ആ കാറ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അമൻദീപ് അടുത്തതായിട്ട് തൻ്റെ അനിയൻ എവിടെയെന്നുള്ളതായിരുന്നു ചോദിച്ചത്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, ആളെക്കുറിച്ച് ഇൻഫോർമേഷനും മറ്റൊന്നുമില്ല, എന്നാൽ ഈ കാറ് കത്തിച്ചത് 2 പേരാണ്. അവർ കാറ് കത്തിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു. അതിലൊരാളുടെ തലയിൽ ടർബൻ കെട്ടിയിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ സിസ്റ്റർ ചിന്തിച്ചത്, ഇനി ഗഗൻദീപ് എങ്ങാനും തൻ്റെ കാറ് കത്തിച്ചിട്ട് ഓടിപ്പോയതാണോ എന്നുള്ള തരത്തിലാണ്. എന്തിനാണ് അവൻ എൻ്റെ കാറ് കത്തിച്ചത്? അവൻ്റെ കാറിന് ഇനി ശരിക്കും എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കാറ് വെറുതെ എടുത്തുകൊണ്ട് പോയതാണോ? അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ ഈ അമൻദീപിൻ്റെ മൈൻഡിൽ വരികയാണ്. എന്നാൽ ആ ഒരു ടൈമിലാണ് അതിലേറെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് അവർ കേൾക്കുന്നത്. അതായത് ആ കത്തിക്കരിഞ്ഞ കാറുണ്ടല്ലോ, ആ കാറിൻ്റെ അടുത്ത് ഫോറൻസിക് ടീമൊക്കെ വന്നിങ്ങായിട്ട് പരിശോധിക്കുകയാണ് ഉണ്ടായത്. ആ ടൈമിൽ കാറിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്തപ്പോൾ കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഒരു പുരുഷൻ്റെ മൃതദേഹം കണ്ടെത്തുകയാണ്. അപ്പോൾ ആ കാർ എടുത്ത ഗഗൻദീപ് സിംഗ് എവിടെ? ആ കാറ് കത്തിച്ചത് ആരാണ്? അതുപോലെ തന്നെ ആ കാറിൻ്റെ ഡിക്കിയിലുണ്ടായ കത്തിക്കരിഞ്ഞ മൃതദേഹം ആരുടേതാണ്? ഗഗൻദീപ് വളരെ സാഡായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷമായിരുന്നു ആൾ ഹാപ്പി ആയിട്ടുണ്ടായത്. അപ്പോൾ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ആളുടെ ലൈഫിൽ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്? അതുപോലെ തന്നെ ആ ഒരു മൊമെൻറ്റിൽ ആൾ എന്തുകൊണ്ടായിരുന്നു ഹാപ്പി ആയിട്ട് ഇതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയത്? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസീൻ ദിസ് സൈഡ്. അന്ന് ഫെബ്രുവരി 26, 2011 വെളുപ്പിനൊരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ബ്ലാക്ക് ഹീത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുകൂടെ പോലീസുകാരിങ്ങനെ പെട്രോളിങ് നടത്തുകയായിരുന്നു. അപ്പോഴാണ് അകലെ എന്തോ കത്തുന്നതായിട്ട് പോലീസുകാർ കാണുന്നത്. ഉടനെ തന്നെ നേരെ അവർ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു കാറ് നിന്ന് കത്തുന്ന ഒരു കാഴ്ചയായിരുന്നു പോലീസ് കണ്ടത്. ഉടനെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ വിവരം അറിയിച്ചു. അവർ വന്ന് ആ ഒരു തീയൊക്കെ കെടുത്തി. പിന്നീട് പോലീസുകാർ നോക്കുമ്പോൾ കാറിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ കാറിൻ്റെ അകത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കി, എന്നാൽ പൂർണ്ണമായും കത്തി നശിച്ചത് കൊണ്ട് തന്നെ നമ്പറൊന്നും വ്യക്തമായിരുന്നില്ല. അതിനുശേഷം റോഡിലൊക്കെ സ്ഥാപിച്ചിരുന്ന സ്പീഡ് ക്യാമറാസും ബാക്കിയുള്ള ക്യാമറാസും കാര്യങ്ങളൊക്കെ പോലീസുകാർ നോക്കുകയാണ്. അങ്ങനെ ആ കാറിൻ്റെ ഫോട്ടോ ലഭിച്ചു. അതിൻ്റെ ഉള്ളിൽ കാറിൻ്റെ നമ്പറും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ നമ്പറിലുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് നേരെ അമൻദീപിൻ്റെ അടുത്തോട്ട് പോലീസുകാരെത്തുന്നത്. പിന്നീട് CCTV മറ്റുമൊക്കെ ചെക്ക് ചെയ്തപ്പോൾ 2 പേര് കാറ് കത്തിച്ചിട്ട് ഓടുന്നതിൻ്റെ വിഷ്വലാണ് പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചത്. ഇനി ഗഗൻദീപ് സിംഗ് തന്നെയാണോ കാറ് കത്തിച്ചത് എന്നുള്ളൊരു സംശയവും പോലീസിനുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ പിന്നീട് ഈ ഒരു ഫാമിലിയെ കുറിച്ചിട്ടും ഗഗൻദീപ് സിംഗിനെ കുറിച്ചിട്ടും കൂടുതലായിട്ട് അന്വേഷിക്കാനായിട്ട് തുടങ്ങി. ലണ്ടനിലെ തന്നെ വലിയൊരു ബിസിനസ് ഫാമിലി ആയിരുന്നു ഗഗൻദീപ് സിംഗിൻ്റേത്. ചരൺജിത് സിംഗ് എന്നായിരുന്നു ഇവരുടെ അച്ഛൻ്റെ പേര്. 2009 ടൈമിൽ ആൾ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഇന്ത്യയിലോട്ട് വന്നതായിരുന്നു. ആ സമയത്താണ് അയാൾ കൊല്ലപ്പെടുന്നത്. അതായത് ആളുടെ ബിസിനസ് ശത്രുക്കൾ ഏതോ കൊട്ടേഷൻ ടീമിൻ്റെ അടുത്ത് കൊട്ടേഷൻ കൊടുത്തിട്ട് ഇവിടെ വെച്ച് അയാളെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അച്ഛൻ മരിക്കുന്ന സമയത്ത് ഗഗൻദീപ് സിംഗിന് 21 വയസ്സായിരുന്നു പ്രായം. ആളാകപ്പാടെ തകർന്നു പോവുകയാണ്. എന്നാൽ അതിൽ നിന്നും പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് കൂടി അച്ഛൻ്റെ ബിസിനസ്സിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ സിഖുകാർക്ക് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെ ആൾ രൂപീകരിച്ചു. പിന്നെ സിഖ് TV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലും ആൾ തുടങ്ങി. അങ്ങനെ ആളുടെ ലൈഫ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത്. ഗഗൻദീപിൻ്റെ സിസ്റ്റർ പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മേ ബി അവനായിരിക്കില്ല ഇത് തീ വെച്ചത്.
അച്ഛനെ കൊലപ്പെടുത്തിയ ശത്രുക്കൾ ഇവനെയും കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ചതായിരിക്കാം. അപ്പോൾ അവരായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് സിസ്റ്റർ പറയുകയാണ്. എന്താണെന്നുണ്ടെങ്കിലും ഫോറൻസിക് ടീം ആ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. പിന്നീട് ഈ ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാർ ഈ എന്താ പറയുക ഇവരുടെ അമ്മയുടെ അടുത്തും അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ അടുത്തും ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് പറഞ്ഞു. ഹോസ്പിറ്റലിലെത്തി അവർ ആ ബോഡി നോക്കുന്ന ടൈമിൽ അവർ എന്താ പറയുക അക്ഷരാർത്ഥത്തിലാകപ്പാടെ ഇല്ലാതായി പോവുകയാണ്. കാരണം തിരിച്ചറിയാനാകാത്ത വിധം അത്രത്തോളം കത്തിക്കരിഞ്ഞ് വിരൂപമായ നിലയിലായിരുന്നു ആ ഒരു ബോഡി ഉണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ അമ്മ പറഞ്ഞു, ഇല്ല ഇതെൻ്റെ മോനൊന്നുമല്ല, അവനായിരിക്കും ആരെങ്കിലുമൊക്കെ കൊന്നിട്ട് ഇതേപോലെ തന്നെ കാറിൻ്റെ ഡിക്കിയിൽ ഇട്ടിട്ട് അവിടെ നിന്ന് കാറ് കത്തിച്ച് രക്ഷപ്പെട്ടത്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടായിരിക്കാം അവൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ ആൾ പറയുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കാഴ്ചയൊന്നും താങ്ങാനുള്ള ശേഷി ആ അമ്മക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. സെയിം ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആവുന്ന സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. പോലീസുകാർ അങ്ങനെ DNA ടെസ്റ്റും മറ്റുമൊക്കെ നടത്തുകയാണ്. അങ്ങനെ അത് ഗഗൻദീപിൻ്റെ ബോഡി തന്നെയാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു മർഡർ കേസിൽ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അമൻദീപിനെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അന്നത്തെ ദിവസം എങ്ങോട്ടാണ് പോകുന്നത്, ആരെ കാണാനാണ് പോകുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല സ്പെസിഫിക് ആയിട്ട് എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്നാലും എനിക്ക് ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനൊന്ന് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ഒരു ഗഗൻദീപിൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ ഫോൺ വിളിക്കുകയാണ് ഉണ്ടായത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് 1-2 പേരെ സംശയം ഉണ്ടെന്നുള്ളത്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു ആരൊക്കെയാണെന്ന്. അപ്പോൾ ഹരീന്ദർ ഷോക്കർ എന്ന് പറയുന്ന ഒരാളുടെ പേര് പറയാണ്. ഇയാൾ ഗഗൻദീപിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. 20 വയസ്സായിരുന്നു പ്രായം. ആളെ ഈ സിസ്റ്റർ വിളിച്ച സമയത്ത് എനിക്കൊന്നും അറിയില്ല, അങ്ങനെയുള്ള വളരെ അലക്ഷ്യമായിട്ടുള്ള രീതിയിലായിരുന്നു ആൾ റെസ്പോണ്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇയാൾക്കും ഈ ഗഗൻദീപിൻ്റെ തിരോധാനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയം സിസ്റ്ററിന് ഉണ്ടാവുകയാണ്. അത് അവർ പോലീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ പോലീസുകാർ ഇയാളെ ലൊക്കേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താ പറയുക കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ മറ്റൊരാളെ കൂടെ അതേ സ്ഥലത്ത് നിന്ന് പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. ആള് ഹരീന്ദറിൻ്റെ സുഹൃത്തായിരുന്നു, ഡാരൻ പീറ്റേഴ്സ് എന്നായിരുന്നു ആളുടെ പേര്. പിന്നീട് അടുത്തതായിട്ട് ഈ അമൻദീപിന് സംശയം ഉണ്ടായിരുന്നത് മുന്തിൽ മഹൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ആയിരുന്നു. മഹിലിനെ അമൻദീപ് വിളിച്ചിട്ട് തൻ്റെ ബ്രദർ അങ്ങോട്ട് വന്നിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം മഹിൽ പറഞ്ഞു, ഇല്ല ബ്രദർ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ മാറ്റി പറയാണ്, വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് പുറത്ത് നിന്ന് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു, അതിനുശേഷം ആൾ തിരിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ സംശയം കൂട്ടുന്ന രീതിയിൽ വേറൊരു കാര്യം കൂടെ ഈ മഹിൽ പറയാണ്. എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാർ കത്തിക്കരിഞ്ഞതും അതിൻ്റെ ഉള്ളിൽ ഒരു മൃതദേഹം ഉണ്ടായിരുന്നതായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഗഗൻദീപ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് അങ്ങനെയുള്ളൊരു സംശയം എന്ന് ചോദിച്ചപ്പോൾ ആൾ എൻ്റെ അടുത്ത് പ്രണയമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് റിജക്റ്റ് ചെയ്തു. മേ ബി അതിൻ്റെ ഒരു വിഷമത്തിൽ ആളങ്ങനെ ചെയ്തതായിരിക്കാം, അതായത് സൂയിസൈഡ് ചെയ്തതായിരിക്കാം എന്നുള്ള തരത്തിൽ മഹിൽ പറയുകയാണ്. എന്നാൽ ഇതൊക്കെ കേട്ടപ്പോൾ പോലീസിന് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുകയാണ്. അവരെയും കസ്റ്റഡിയിലെടുത്തു. എന്നിട്ട് ഇവരെ 3 പേരെയും നല്ല രീതിയിൽ ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഒരുപാടധികം കാര്യങ്ങൾ പോലീസിന് മനസ്സിലാകുന്നത്. അപ്പോൾ എന്താണ് അവർ 3 പേരും കൺഫ്യൂസ് ചെയ്തത്? ഈ കഥ തുടങ്ങുന്നത് ഓഗസ്റ്റ് 2009 ആ സമയത്താണ് മഹിലിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലോട്ട് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നത്. ഗഗൻദീപ് സിംഗിൻ്റെ റിക്വസ്റ്റ് ആയിരുന്നു അത്. അപ്പോൾ അവർക്കിടയിൽ ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, ഹരീന്ദർ ആയിരുന്നു. അപ്പോൾ മഹിൽ ഹരീന്ദറിൻ്റെ അടുത്ത് ഈ ഗഗൻദീപ് സിംഗിനെ കുറിച്ച് ചോദിച്ചു, ആളെങ്ങനെ പ്രശ്നക്കാരനാണോ? അപ്പോൾ ഹരീന്ദർ പറഞ്ഞു, എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ്, പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, ആൾ നല്ലൊരു പയ്യനാണെന്നൊക്കെ ഉള്ളത് പറയുകയാണ്. അങ്ങനെ മഹിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. അവർ പിന്നീട് ചാറ്റ് ചെയ്തു. അതിനുശേഷം അവർ നേരിട്ട് മീറ്റ് ചെയ്തു. പിന്നീട് അവർ നല്ല ഫ്രണ്ട്സ് ആവുകയാണ്. ആ സമയത്ത് മഹിൽ തൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ കൂടെ ഒരു വീടെടുത്ത് താമസിക്കുകയായിരുന്നു. മഹിലിനെ കാണുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഗഗൻദീപ് സിംഗ് ആ വീട്ടിലോട്ട് പോകുന്നത് പതിവായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമിലാണ് പെട്ടെന്ന് കൊണ്ട് ആളുടെ അച്ഛൻ ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. ആ ഒരു വാർത്ത അറിഞ്ഞ ആൾ ആകപ്പാടെ ഷോക്കായി പോവുകയാണ്. അതേപോലെ തന്നെ ആകപ്പാടെ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയി. എന്നാൽ ആ ടൈമിൽ കംപ്ലീറ്റ് ആളെ സപ്പോർട്ട് ചെയ്തതും ആളെ കെയർ ചെയ്തതും ആളതിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചതും മഹിലായിരുന്നു. ഈ ഒരു സമയത്ത് ഫ്രണ്ട്ഷിപ്പിനെക്കാട്ടിലും മുകളിലൊരു വികാരം ആൾക്ക് തോന്നുകയാണ്. ആൾക്ക് മഹിലിൻ്റെ അടുത്തൊരു പ്രണയവും കാര്യങ്ങളൊക്കെ തോന്നുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മഹിലിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആൾക്കതിൽ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല, റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അതൊരു 1 സൈഡ് പ്രണയമായിട്ട് ഇങ്ങനെ തുടരുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗഗൻദീപ് ഇതേപോലെ തന്നെ മഹിലിനെ കാണാൻ വന്നതായിരുന്നു. അന്ന് രാത്രി ടൈമിൽ മഹിലിൻ്റെ അടുത്ത് ഗഗൻദീപ് പറഞ്ഞു, എൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്, ഇന്ന് ഞാനിവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചു. മനസ്സിലോടെ മഹിൽ ഓക്കെ ഇന്നിവിടെ കിടന്നോളാൻ പറഞ്ഞു.
മഹിലിൻ്റെ ആ ഒരു വീട്ടിൽ ആളുടെ റൂം താഴെയായിരുന്നു, അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ റൂം മുകളിലായിരുന്നു. അപ്പോൾ ഈ ഗഗൻദീപ് സിംഗിനോട് ഹാളിൽ കിടക്കാനായിട്ട് പറഞ്ഞു. അതിനുശേഷം മഹിൽ നേരെ റൂമിലോട്ട് പോയിട്ടിരുന്ന് പഠിക്കുകയായിരുന്നു. കാരണം എക്സാം ടൈം ആയിരുന്നു. അങ്ങനെ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് ഫോണിൽ ഒരു മെസ്സേജ് വരികയാണ്. ഹാളിൽ കിടക്കുന്ന ഗഗൻദീപ് സിംഗിൻ്റെ മെസ്സേജ് ആയിരുന്നു അത്. ഐ തിങ്ക് ഐ എം ഗോണ റീപ്പ് യു എന്നുള്ള തരത്തിലുള്ള ഒരു മെസ്സേജ് ആയിരുന്നു അത്. അത് കണ്ടപ്പോൾ അവർക്ക് ആകെപ്പാടെ ഒരു വല്ലാത്തൊരു ഫീല് തോന്നിയെങ്കിലും അവരത് വലിയ കാര്യമാക്കിയില്ല. അത് ഇഗ്നോർ ചെയ്തു, പഠിച്ചു കഴിഞ്ഞ് കിടന്നുറങ്ങി. അങ്ങനെ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ അവരുടെ മേത്ത് എന്തോ ഉള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. അവർ പെട്ടെന്നുകൊണ്ട് തന്നെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഗഗൻദീപ് സിംഗ് അവരുടെ മേത്തുള്ളതായിട്ടാണ് അവർ മനസ്സിലാക്കിയത്. അവർ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, പറ്റിയില്ല. അതേപോലെ തന്നെ ഫോൺ എടുക്കാനായിട്ട് ശ്രമിച്ചു, ഒച്ച വെക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഇയാളുടെ ഫോഴ്സ് കൊണ്ട് അവരെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഇവർക്ക് മാർഷൽ ആർട്സും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു കുറച്ച് മഹിലിനെ. അങ്ങനെ അവർ സെൽഫായിട്ട് അയാളവിടെ നിന്ന് ഒഴിവാക്കി. അതിനുശേഷം അയാളോട് ആ ഒരു സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുകയാണ്. മഹിൽ പറയുന്നത് അത്യാവശ്യം മാർഷൽ ആർട്സും കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ടാണ് അന്ന് താൻ രക്ഷപ്പെട്ടതെന്നാണ്. എന്നാൽ അതിനുശേഷം ഈ ഗഗൻദീപ് സിംഗ് അവിടെ ഇരുന്ന് കരയുകയായിരുന്നു. അതേപോലെ തന്നെ ഒരുപാടധികം സോറി പറഞ്ഞു. പിന്നീട് കോളുകൾ വിളിച്ചു, അതേപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ ചെയ്തു. അതായത് തനിക്ക് പറ്റിപ്പോയി, ക്ഷമിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു. എന്നാലും മഹിലിന് ആൾ ചെയ്ത പ്രവൃത്തി ക്ഷമിക്കാൻ പറ്റുന്നതേ ആയിരുന്നില്ല. അങ്ങനെ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് പിന്നീട് ഫെബ്രുവരി 25, 2011 മഹിലിൻ്റെ അടുത്ത് നിന്ന് ഇയാൾക്കൊരു മെസ്സേജ് വരുന്നത്. വീട്ടിലോട്ട് വായോ, ഒന്ന് സംസാരിക്കണം, പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ആയിരുന്നു അത്. അപ്പോൾ ഓൾറെഡി ആ ഒരു ഇഷ്യൂ കഴിഞ്ഞിട്ട് ആളാകപ്പാടെ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ആളുടെ ലൈഫൊക്കെ വല്ലാത്തൊരു സ്റ്റേജിൽ കൂടെ ആയിരുന്നു പോയിരുന്നത്. അതായത് ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. അതായത് കാര്യങ്ങളൊന്നും വരെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോവുമായിരുന്നു. അതായത് അതുകൊണ്ടാണ് ആൾ ഭയങ്കര സാഡായിട്ട് കുറച്ച് ആളായിട്ട് കാണപ്പെട്ടിരുന്നത്. പിന്നീട് എന്താ പറയുക, ആളുടെ മുഖത്തൊരു പ്രകാശം. ആൾ മരിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം സിസ്റ്റർ ശ്രദ്ധിച്ചിരുന്നതായിട്ട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു മെസ്സേജൊക്കെ വന്നതിന് ശേഷമാണ് ആൾക്ക് ആ ഒരു ഉണർവ് വന്നത്. പിന്നീട് ആൾ തൻ്റെ കാർ എടുക്കാൻ പോയപ്പോഴാണ് കാർ കംപ്ലൈൻ്റ് ആണെന്നുള്ളത് മനസ്സിലായതും പിന്നീട് തൻ്റെ സിസ്റ്ററിൻ്റെ കാർ എടുത്ത് പോയതും. അപ്പോൾ പോണ വഴിക്ക് ആൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബൊക്കേയും ടെഡ്ഡി ബിയറൊക്കെ വാങ്ങിയിട്ടാണ് നേരെ മഹിലിനെ കാണാനായിട്ട് പോയത്. ഏകദേശം രാത്രി 11 മണിക്കൊക്കെയാണ് മഹിൽ വീട്ടിലോട്ട് വരാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊരു കറക്റ്റ് ടൈമാണോ, റൈറ്റ് ടൈമാണോ എന്നുള്ളത് ഗഗൻദീപ് സിംഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഹിൽ പറഞ്ഞത് ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്, കിടക്കുമ്പോൾ തന്നെ ഒരു 3 മണിയൊക്കെ ആവുന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഈ ഗഗൻദീപ് സിംഗ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നെ സംസാരിക്കാനാണോ അല്ലാന്നുണ്ടെങ്കിൽ നീ കൊല്ലാനാണോ വിളിപ്പിക്കുന്നത് എന്നുള്ളതായിരുന്നു ആ ഒരു മെസ്സേജ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആളുടെ ഉള്ളിൽ ഒരു ഫീൽ ഉണ്ടായിരുന്നിട്ടുണ്ടാകണം. അതായത് ഈ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട്. എന്നാൽ ആൾക്ക് ആ ഒരു പെൺകുട്ടിയോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ആളതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ മഹിലിൻ്റെ വീട്ടിലെത്തിയ ഗഗൻദീപ് സിംഗ് ആകെപ്പാടെ ഞെട്ടിപ്പോവുകയാണ്. അവിടെ മഹിൽ മാത്രമായിരുന്നില്ല ഈ ഒരു ഗഗൻദീപ് സിംഗിനെ കാത്തിരുന്നിരുന്നത്. ആളെ കൂടാതെ 2 പേർ കൂടി ഉണ്ടായിരുന്നു. അതിലൊരാൾ ഈ ഗഗൻദീപ് സിംഗിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള ഹരീന്ദർ തന്നെയായിരുന്നു. പിന്നെ മറ്റാളാണ് ഈ ഡാരൻ പീറ്റേഴ്സ്. ഗഗൻദീപ് സിംഗിനൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതിന് മുൻപ് തന്നെ അവർ പെട്ടെന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യാണ്. ഇയാളുടെ തല പിടിച്ച് ചെമ്മരിൽ അടിക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷം ഇയാളെ അടിക്കാനായിട്ട് തുടങ്ങി. ഈ സമയത്ത് ഈ മഹൽ നേരെ മുകളിലോട്ട് പോവുകയാണ്, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവർ ഇയാളെ തല്ലിച്ചതൊക്കെയായിരുന്നു. പിന്നീട് ഈ ഒരു പെൺകുട്ടിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇയാൾ ഇതേപോലെ ഇനപ്രോപ്രിയേറ്റ് ആയിട്ട് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തപ്പോൾ അതൊന്ന് ചോദിക്കണമല്ലോ. അപ്പോൾ ഇയാളൊന്ന് ജസ്റ്റ് പേടിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചത്. അല്ലാതെ അവരിങ്ങനെ തല്ലിക്കൊല്ലൂ എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നായിരുന്നു ഈ ഒരു പെൺകുട്ടി പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അയാൾ അവരിങ്ങനെ തല്ലിക്കൂട്ടുകയാണ്. അതിനുശേഷം ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് അതിൽ അയാളെ പൊതിഞ്ഞു കയറ്റി ആളുടെ കാറിൻ്റെ തന്നെ ഡിക്കിയിൽ വെച്ചു. അതിനുശേഷം ആ ഒരു കാറ് കുറച്ച് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയി പിന്നീട് ആ കാറ് കത്തിക്കുകയാണ്. കാറ് കത്തുന്ന സമയത്തും ഈ ഗഗൻദീപ് സിംഗിന് ജീവൻ ഉണ്ടായിരുന്നു. കത്തിക്കരിഞ്ഞാണ് ആള് മരണപ്പെടുന്നത്. പിന്നീട് അവിടെ നിന്ന് അവർ ഓടി രക്ഷപ്പെടുമായിരുന്നു. അതാണ് CCTVയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ടർബൻ കെട്ടിയ ആളും അതുപോലെ തന്നെ വേറൊരാളും കൂടെ ഓടുന്നൊരു ഫുട്ടേജ്. ഈ ഹരീന്ദറും ഒരു സിഖുകാരനായിരുന്നു. അതുകൊണ്ടാണ് തലയിൽ ടർബൻ കെട്ടിയ ഒരാൾ ഓടുന്നതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ എന്തിനാണ് ഹരീന്ദർ ഗഗൻദീപ് സിംഗിനെ കൊലപ്പെടുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഹിലിൻ്റെ അടുത്ത് 1 സൈഡ് പ്രണയം ഉണ്ടായിരുന്നത് ഗഗൻദീപ് സിംഗിന് മാത്രമായിരുന്നില്ല, ഈ ഹരീന്ദറിനും ഉണ്ടായിരുന്നു. താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ തൻ്റെ സുഹൃത്ത് റേപ്പ് ചെയ്യാൻ നോക്കിയെന്ന് കേട്ടപ്പോൾ അയാളെ കൊല്ലാനുള്ള ദേഷ്യം ഇയാൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതും. പിറ്റേ ദിവസം തന്നെ പോലീസുകാർ ഇവരെ അറസ്റ്റ് ചെയ്യാണ്. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഒരു കേസിൻ്റെ വിധി വന്നു. ഫെബ്രുവരി 24, 2012 അത്. ഹരീന്ദറിന് 22 വർഷത്തെ തടവും അതുപോലെ തന്നെ ഡാരൻ പീറ്റേഴ്സിന് 12 വർഷത്തെ തടവും പിന്നെ ആ പെൺകുട്ടിക്ക് മുന്തിൽ മഹിലിന് 6 വർഷത്തെ തടവുമാണ് ലഭിച്ചത്. എന്നാൽ
നല്ല നടപ്പ് കാരണം ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ ഈ മഹിൽ പുറത്തിറങ്ങുകയാണ്. അതിനുശേഷം ഒരു വിവാഹമൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റോറിയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.